ഹായ് ഓൾ, സ്പെക്റ്റിക്കിൾ പവർ ടു കോണ്ടാക്ട് ലെൻസ് പവർ എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് വേർട്ടെക്സ് ഡിസ്റ്റൻസ്? നമ്മുടെ ഫ്രണ്ട് സർഫസ് ഓഫ് കോർണിയ ആൻഡ് ബാക്ക് സർഫസ് ഓഫ് ദി കറക്റ്റീവ് ലെൻസ്, ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേർട്ടെക്സ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ കറക്റ്റീവ് ലെൻസ് ഇത് സ്പെക്റ്റിക്കിൾ ആവാം, കോണ്ടാക്ട് ലെൻസ് ആവാം. സ്പെക്റ്റിക്കിൾ എന്ന് പറഞ്ഞാൽ കണ്ണിനോട് കുറച്ചും കൂടി ഡിസ്റ്റൻസിൽ കിടക്കുന്നത്, സോ വേർട്ടെക്സ് ഡിസ്റ്റൻസ് അവിടെ കുറച്ചുണ്ട്. ബട്ട് കോണ്ടാക്ട് ലെൻസ് കണ്ണിനോട് ചേർന്ന് കിടക്കും, കോർണിയോട് ചേർന്ന് കിടക്കുന്ന കാരണം അത് നിയർലി 0 ആയിരിക്കും. സോ ഈ ഒരു വേർട്ടെക്സ് ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് അവിടെ വരുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു പവർ കാൽക്കുലേഷൻ്റെ ആവശ്യം അവിടെ വരുന്നത്. ഈ സ്പെക്റ്റിക്കിളിൽ തന്നെ നമുക്കറിയാം, നമുക്കത് സ്ഫെറിക്കൽ പവർ ഉണ്ടാവും, സിലിണ്ടറിക്കൽ പവർ ഉണ്ടായിരിക്കും, സ്ഫെറോ സിലിണ്ടറിക്കൽ ഉണ്ടായിരിക്കും. സോ നമ്മളിത് കൺവേർട്ട് ചെയ്ത് വരുമ്പോഴും സെയിം സ്ഫെറിക്കൽ കോണ്ടാക്ട് ലെൻസ് ഉണ്ട്, സിലിണ്ടറിക്കൽ ഉണ്ട്, സ്ഫെറോ സിലിണ്ടറിക്കൽ കോണ്ടാക്ട് ലെൻസസ് ഉണ്ട്. നമുക്കപ്പോൾ ഇതിൻ്റെ കൺവേർഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ വരുന്നുണ്ട്. ഈ ഒരു ഫോർമുല വരുന്നത് എന്താണ്? FCL = FS/1 - DFS. ഇവിടെ FCL എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ലെൻസ് പവർ ആണ്. അപ്പോൾ കോണ്ടാക്ട് ലെൻസ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷന് FS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെക്റ്റിക്കിൾ പവർ, D ഇവിടെ വേർട്ടെക്സ് ഡിസ്റ്റൻസ് ആണ്. വേർട്ടെക്സ് ഡിസ്റ്റൻസ് നമ്മൾ നോർമലി MM പറയുക. ഒരു നോർമൽ വേർട്ടെക്സ് ഡിസ്റ്റൻസ് നമ്മൾ പറയുക 12 to 14 mm, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ നമുക്ക് കൊടുക്കുമ്പോൾ 12 mm. ബട്ട് നമ്മൾ ഇതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക? MM മില്ലിമീറ്ററിനെ മീറ്ററിൽ കൺവേർട്ട് ചെയ്യുക, ഡിവൈഡ് ബൈ 1000. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 12 = 0.012 മീറ്റേഴ്സാണ് വരിക. ഇനി നമുക്ക് ഓരോ എക്സാമ്പിൾസ് വെച്ച് പറയുമ്പോൾ ഒന്നുകൂടി ഈസി ആയിരിക്കും. ഫസ്റ്റ് നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ള എടുത്തിട്ടുണ്ട്, -5 ഡയപ്റ്റർ സ്ഫിയർ, അതായത് ഒരു സിംഗിൾ പവർ, ഒരു സ്ഫെറിക്കൽ പവർ എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ സെയിം ഇക്വേഷനിൽ കൊടുക്കുന്നു. ഇപ്പോൾ FCL = FS/1 - DFS. D എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നോർമലി നമ്മൾ 12 mm എടുക്കുക, മീറ്ററിലേക്ക് ആകുമ്പോൾ 0.012 വരും, ഇൻറ്റു -5 കൊടുത്തു. നമുക്ക് ഫൈനൽ ആൻസർ -4.72 വരും. 4.72 അല്ലെങ്കിൽ -4.72 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പവർ നമുക്ക് കോണ്ടാക്ട് ലെൻസിൽ അവൈലബിൾ അല്ല. നമ്മൾ 0.25ൻ്റെ ഡിഫറൻസിലാണ് കോണ്ടാക്ട് ലെൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇതർ നമുക്ക് 4.5 കൊടുക്കുക ഓർ 4.75 കൊടുക്കുക. ഇവിടെ 4.72നോട് അടുത്ത് കിടക്കുന്നത് 4.75 ആയ കാരണം നമുക്ക് അവിടെ -4.75 ആണ് അവിടെ കോണ്ടാക്ട് ലെൻസിൻ്റെ പവർ വരിക. അപ്പോൾ നമുക്ക് അവിടെ ഒരു വേർട്ടെക്സ് ഡിസ്റ്റൻസ് ഉണ്ടായതിൻ്റെ പേരിൽ ഇവിടെ 0.25 പവർ കുറഞ്ഞിട്ടുണ്ട്. കോണ്ടാക്ട് ലെൻസിൽ പറയുമ്പോൾ കുറഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിൻ്റെ കേസാണെങ്കിലും സെയിം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സിലിണ്ടറാണെന്ന് വിചാരിക്കാം, -5 × 180 ആണെങ്കിൽ നമ്മൾ സെയിം സ്റ്റെപ്സ് ആണ് നമ്മൾ ഈ പവറിന് എടുത്തിട്ട് സെയിം ഇക്വേഷനിൽ കൊടുത്ത് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ 4.75 വരും. എന്നിട്ട് നമ്മൾ ആ ആക്സിസ് കൊടുക്കുകയാണ് ചെയ്യുക. ബട്ട് സ്ഫെറോ സിലിണ്ടറിൻ്റെ കേസിൽ നമുക്കറിയാം 2 പവർ അവിടെ വരുന്നുണ്ട്. സോ നമുക്കവിടെ 2 സ്റ്റെപ്സ് എക്സ്ട്രാ വരുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് നമ്മുടെ ഓരോ ഒപ്റ്റോമെട്രിസ്റ്റും നല്ല ബേസിക് ആയിട്ട് അറിയുന്ന കേസാണ് സ്ഫെറോ ടു ക്രോസ് ടു സ്ഫെറോ. ഇത് സ്ഫെറോസിൽ ഇത് നമുക്ക് അറിയുന്ന കേസാണല്ലോ. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ നമുക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഈസിയാണ്. അപ്പോൾ സ്ഫെറോ സിലിണ്ടറിലെ നമ്മൾ സ്പെക്റ്റിക്കിൾ പവർ നമുക്ക് സ്ഫെറോ സിലിണ്ടർ ആണെങ്കിൽ അതിനെ കോണ്ടാക്ട് ലെൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 സ്റ്റെപ്സ് ആണ്. പെട്ടെന്ന് മനസ്സിലാക്കാം, 3 സ്റ്റെപ്സ്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള സ്ഫെറോ സിലിണ്ടറിനെ നമ്മൾ എന്താക്കുക? ക്രോസ് സിലിണ്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ 2 പവർ കിട്ടി, അതായത് ഓപ്പോസിറ്റ് മെറിഡിയൻ കിടക്കുന്ന 2 സിലിണ്ടേഴ്സ് കിട്ടി. നെക്സ്റ്റ് നമ്മൾ ആ ഓരോ സിലിണ്ടേഴ്സിനെയും നമ്മുടെ ആ ഇക്വേഷൻ ഉണ്ടല്ലോ, FCL = FS/1 - DFS, ആ സെയിം ഇക്വേഷൻ കൊടുത്തിട്ട് നമുക്ക് അവിടെ പിന്നെയും 2 സിലിണ്ടേഴ്സിന് കിട്ടും. പുതിയ 2 സിലിണ്ടേഴ്സിന് കിട്ടി. ആ ക്രോസ് സിലിണ്ടർ, അത് ഓപ്പോസിറ്റ് മെറിഡിയനിലെ 2 സിലിണ്ടേഴ്സ്, ആ ക്രോസ് സിലിണ്ടേഴ്സിനെ പിന്നീട് സ്ഫെറോ സിലിണ്ടറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കോണ്ടാക്ട് ലെൻസിൻ്റെ പവർ കിട്ടും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്കിവിടെ തന്നിട്ടുള്ള സ്ഫെറോ സിലിണ്ടർ എന്താണ്? -4.75 DS വിത്ത് -2.5 DC × 180. സോ ഫസ്റ്റ് നമ്മളിതിനെ ക്രോസിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വന്നത് എന്താണ്? -4.75 × 90 വിത്ത് -7.25 × 180. 2 സിലിണ്ടേഴ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ സിലിണ്ടേഴ്സിനെ നമ്മൾ ഓരോ പവറിനെയും ഈ ഇക്വേഷനിൽ കൊടുക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ക്രോസ് സിലിണ്ടർക്ക് കൺവേർട്ട് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് അറിയുന്നുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. നമ്മൾ ഈസി ആയിട്ടുള്ള 3 സ്റ്റെപ്സിൽ എങ്ങനെ ചെയ്യാമെന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് വരുമ്പോൾ -4.49 ആണ് നമുക്ക് കിട്ടുക. അതിനോട് അടുത്ത് കിടക്കുന്ന കോണ്ടാക്ട് ലെൻസ് പവർ എന്ന് പറഞ്ഞാൽ -4.5 ആണ്. ഈ സെയിം ഇതിപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ മെറിഡിയൻ ചെയ്തു, ഈ സെയിം ഇതിൽ തന്നെ നമ്മൾ വേർട്ടിക്കൽ മെറിഡിയൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ -7.25 എന്തായിട്ട് മാറും? -6.50 ഡയപ്റ്റർ ആണ് വരിക.
അപ്പോൾ നമുക്കിപ്പോൾ 2 സിലിണ്ടേഴ്സ് കിട്ടി. ഏതൊക്കെ സിലിണ്ടേഴ്സ് കിട്ടിയിട്ടുള്ളത്? -4.5 × 90 ആൻഡ് -6.5 × 180. ഈ 2 ക്രോസ് സിലിണ്ടേഴ്സ് കിട്ടി. ദെൻ നമ്മൾ ഈ ക്രോസ് സിലിണ്ടറിനെ എന്താക്കി കൺവേർട്ട് ചെയ്യണം? സ്ഫെറോ സിലിണ്ടറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ സ്ഫെറോ സിലിണ്ടറിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്ന കേസാണ്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഇതിലെന്ന് പറയുന്നത് നമ്മൾ ഹൈ പ്ലസിന് എടുക്കുന്നു, സ്ഫിയർ ആക്കി കൊടുക്കുന്നു. ഇവിടെ സെയിം സൈൻ ആയ കാരണം ഇതിൻ്റെ ഡിഫറൻസ് കാണുന്നു. അതായത് നമ്മൾ എപ്പോഴും സ്ഫെറോ സിലിണ്ടർ നമ്മൾ മൈനസ് സിലിണ്ടർ ഫോമാറ്റിലാണ് എഴുതുക. ദെൻ ഇതിൻ്റെ ഡിഫറൻസ് കണ്ട് ആ ഒരു നമ്പർ എഴുതുന്നു. ദെൻ ലീസ്റ്റ് പ്ലസിൻ്റെ ആക്സിസ് എഴുതുന്നു. ലീസ്റ്റ് പ്ലസിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ 180. ഇങ്ങനെ നമുക്ക് ഇതിനെ സ്ഫെറോ സിലിണ്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഫൈനൽ കോണ്ടാക്ട് ലെൻസിൻ്റെ പവർ എന്തെന്ന് വരും? -4.5 ഡയപ്റ്റർ സ്ഫിയർ വിത്ത് -2 ഡയപ്റ്റർ സിൽ ഇൻറ്റു 180. നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് 4.75 വിത്ത് -2.5 ആയിരുന്നു. അതെന്തായിട്ട് മാറി? 4.5 വിത്ത് -2 × 180 ആയി. ഇനി ഞാനിവിടെ ഒരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി സെയിം സ്റ്റെപ്സ് യൂസ് ചെയ്യുക. അതായത് ആദ്യം ഈ സ്ഫെറോ സിലിണ്ടറിനെ ക്രോസിലേക്ക് കൺവേർട്ട് ചെയ്യുക. നമ്മുടെ ആ ഇക്വേഷൻ കൊടുക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 പുതിയ സിലിണ്ടേഴ്സ് കിട്ടുന്നു. അതിനെ നേരെ സ്ഫെറോ സില്ലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇനി ഏതെങ്കിലും പുതിയ ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.